കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 1 രണ്ടാം ഭാഗമായ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദിയുടെ കടപ്പാട്. ഇത് എഴുതിയതാരാണ്? സെൽമ ലഗർലോഫ്. നമുക്ക് വായിക്കാം. എ ഫ്യൂ ഡേയ്സ് അഗോ ഐ വാസ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ ബൗണ്ട് ഫോർ സ്റ്റോക്ക്ഹോം. അങ്ങനെ സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്ന ട്രെയിനിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പേ അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. അങ്ങനെ വൈകുന്നേരം ആകാനുള്ള സമയമായിരുന്നത്. ദർ വാസ് എ ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെന്റ് ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. ഞാൻ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിന്റെ അകത്ത് കുറച്ച് വെളിച്ചമുണ്ടായിരുന്നു, പക്ഷെ പുറത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. മൈ ഫെലോ പാസഞ്ചേഴ്സ് വെർ ഡോസിങ് ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ, അതായത് സഹയാത്രക്കാർ ചിലരൊക്കെ നല്ലോണം ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്തത്? വളരെ ശാന്തമായി ഇരുന്നിട്ട് ആ ട്രെയിനിൻ്റെ റാറ്റ്ലിംഗ് സൗണ്ട്, അതായത് റെയിൽപാളങ്ങളുടെ ഇടയിലുള്ള ചെറിയ ഗ്യാപ്പിൽ ഈ ട്രെയിനിൻ്റെ ചക്രം വീഴുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും, കടക് 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 കടക്. അത് ശ്രദ്ധിച്ചിരിക്കാൻ നല്ല രസമാണ്. ഞാൻ അത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. And then I began to think of all the other times I had come up to Stockholm. അതിനുശേഷം ഞാൻ ഇതിനു മുമ്പേ സ്റ്റോക്ക്ഹോം വരെ വന്ന കാര്യങ്ങളും ആ യാത്രകളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. It had usually been to do something difficult such as to pass examination. ആ വരുത്ത് എക്സാമിനേഷൻ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ചില പ്രയാസകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആൻഡ് നൗ, പക്ഷേ ഇപ്പോഴോ, ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൽ പുരസ്കാരം വാങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ സ്റ്റോക്ക്ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. അതും പ്രയാസകരമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഡീപ് വിത്തിൻ മീ ഹൗഎവർ വാസ് എ വണ്ടറസ് ജോയ് അറ്റ് റിസീവിംഗ് ദിസ് പ്രൈസ്. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നതിന് എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതാണ് വണ്ടറസ് ജോയ്, അത്ഭുതകരമായ സന്തോഷമുണ്ടായിരുന്നു. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. അപ്പോൾ എനിക്ക് ഈ പ്രൈസ് കിട്ടുന്ന ആലോചിച്ചിട്ട് ഭയങ്കര ആകാംക്ഷയെ, ഭയങ്കര ആങ്സൈറ്റിയെ, അതായത് ഉത്കണ്ഠയെ എൻ്റെ മനസ്സിൽ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഡിസ്പെൽ, അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഭാഗ്യം, അതായത് എനിക്ക് ഈ പ്രൈസ് കിട്ടിയതിൻ്റെ ഭാഗ്യം ഓർത്ത് സന്തോഷിക്കുന്നവരെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. There were my good friends, my brothers and sisters, and first and foremost my old mother, who sitting back home was happy to have lived to see this day. അപ്പോൾ ഞാൻ ആലോചിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? എൻ്റെ ഗുഡ് ഫ്രണ്ട്സ്, നല്ല സ്നേഹിതർ, മൈ ബ്രദേഴ്സ്, എൻ്റെ സഹോദരന്മാർ, സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരിമാർ, ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇതിലെല്ലാം ഉപരി മൈ ഓൾഡ് മദർ, എൻ്റെ പ്രായമായ അമ്മ വീട്ടിലിരിക്കുകയാണ് ഇപ്പോൾ. അവര് ഈ ഒരു ദിവസം ജീവിച്ചിരുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ദെൻ ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ് സോറോ ദാറ്റ് ഹി വാസ് നോ ലോങ്കർ അലൈവ്. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് എനിക്ക് വളരെ ദുഃഖം തോന്നി. കാരണം എന്താ? അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. I could not go and tell him that I had been awarded the Nobel Prize. അപ്പോൾ എനിക്കിങ്ങനെ ഒരു നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അച്ഛനോട് പോയിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ലല്ലോ. I knew that no one would have been happier than he to hear this. അതെ, എനിക്കറിയായിരുന്നു ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് അദ്ദേഹം സന്തോഷിക്കുന്നത്ര മറ്റാർക്കും സന്തോഷിക്കാൻ സാധിക്കില്ല. Yes, it was a deep sorrow to me that I could not tell him. അതെ, ഞാൻ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് ഈ ഒരു വാർത്ത അദ്ദേഹത്തോട് പറയാൻ സാധിക്കാത്തത്. All rustle and bustle ceased and the sound of the wheels became a soothing, peaceful melody. അപ്പം ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആ കടകട എന്നുള്ള ശബ്ദമൊക്കെ അങ്ങോട്ട് അവസാനിച്ചു. സീസ് കഴിഞ്ഞാൽ അവസാനിച്ചു. പിന്നെ ആ സൗണ്ട് എന്തായി മാറി? ഒരു സൂതിങ് ആൻഡ് പീസ്ഫുൾ മെലോഡി, അതായത് ശാന്തവും സമാധാനവുമായ ഒരു ഈണമായി മാറി. The coaches no longer seem to run on rails and sleepers but to glide into space. ഇപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? അവർക്ക് ഈ ട്രെയിൻ ആ റെയിലിൻ്റെ മേലിൽ നിന്ന് കുറച്ച് വിട്ട് മേലോട്ട് നീങ്ങിയിട്ട് അങ്ങനെ ഒഴുകുകയാണ്, സ്പേസിലൂടെ, വായുവിലൂടെ ഇങ്ങനെ ഒഴുകുന്ന പോലത്തെ ഒരു ഫീല് അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. I sat there and thought how much I should like to see my old father again. എൻ്റെ ആ പ്രായമായ അച്ഛനെ വീണ്ടും ഒന്ന് കാണണം എന്ന് ഞാൻ വല്ലാതെ അവിടെ ഇരുന്ന് വീണ്ടും ഒന്ന് ആലോചിച്ചു പോയി. So light and soundless was the movement of the train that I could hardly imagine I was on this earth.
അങ്ങനെ ആ ട്രെയിനിൻ്റെ യാത്ര വളരെ ശബ്ദമില്ലാതെയും വളരെ ലൈറ്റ്, അങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ തന്നെ ആണോ എന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസമായി. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് മൈ ഫാദർ ഇൻ പാരഡൈസ്. അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് പോയിട്ട്, പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയിട്ട് എൻ്റെ അച്ഛനെ കാണുന്നതായിട്ട് ഞാൻ ദിവാസ്വപ്നം, ഡേ ഡ്രീം, ദിവാസ്വപ്നം കാണാൻ തുടങ്ങി. I seem to have heard of such things happening to other people. Why then not to myself? മറ്റു ആളുകൾക്ക്, അതർ പീപ്പിൾ, മറ്റു ആളുകൾക്ക് ഇതുപോലെ സംഭവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കത് എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. ഈ ട്രെയിന് വളരെ ദൂരം പോകാനുണ്ട്. അതങ്ങനെ വളരെ സ്പീഡിൽ ഗ്ലൈഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ ചിന്തകൾ അതിനെക്കാട്ടും സ്പീഡിൽ മുമ്പേ പോവുകയാണ്. ഫാദർ വിൽ certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. നല്ല ഒരു സൂര്യപ്രകാശമുള്ള ദിവസം, നിറയെ പുഷ്പങ്ങളും പക്ഷികളുമുള്ളൊരു തോട്ടം നോക്കിയിട്ട് അച്ഛൻ ഒരു ആടുന്ന കസേരയിൽ ആ വരാന്തയിൽ ഇങ്ങനെ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്നുണ്ടാകും എന്നാണ് പറയുന്നത്. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high up on his forehead and get up and walk towards me. തീർച്ചയായിട്ടും അച്ഛൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? അച്ഛൻ അത് ബുക്ക് താഴെ വെച്ചിട്ട് അച്ഛൻ്റെ സ്പെക്ടക്കിൾസ്, കണ്ണട നെറ്റിമിലേക്ക് കയറ്റി വെക്കും. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ നെറ്റിമിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടുന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് നടന്നു വരും. He will say, "Good day, my daughter. I am very glad to see you." Or, "Why you are here and how are you, my child?" Just as he always used to do. ഇവിടെ എന്താ പറയുന്നത്? അച്ഛൻ എൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ട് സാധാരണ ചോദിക്കുന്ന പോലെ ചോദിക്കും. എന്ത് ചോദിക്കും? He will say, "Good day, my daughter." ശുഭദിനം എൻ്റെ മകളെ. I am very glad to see you. എനിക്ക് നിന്നെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഓർ അതല്ലെങ്കിൽ, "My child," എൻ്റെ കുഞ്ഞെ. "Why are you here?" നീ എന്താ ഇവിടെ? "And how are you?" നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ, നിനക്ക് സുഖമല്ലേ? He will settle again in his rocking chair and only then begin to wonder why I have come to see him. അദ്ദേഹം വീണ്ടും പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ആട്ടുകസേരയിൽ ഇരിക്കും. അതിനുശേഷം ചിന്തിക്കും, ഇവൾ എന്തിനായിരിക്കും എന്നെ ഇവിടെ കാണാൻ വന്നത്? "You are sure there is nothing amiss?" he will ask suddenly. പിന്നെ പെട്ടെന്ന് അദ്ദേഹം ചോദിക്കും, അവിടെ നിനക്ക് പ്രയാസമൊന്നുമില്ലല്ലോ? എമിസ് എന്ന് പറഞ്ഞാൽ പ്രയാസം. "No father, all is well," I will reply. അങ്ങനെ ഞാൻ അച്ഛനോട് എന്ത് തിരിച്ചു പറയും? "ഇല്ല അച്ഛാ, അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്." But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. ഞാൻ ഈ എൻ്റെ നേട്ടം നേരിട്ടങ്ങ് പറയാതെ കുറച്ച് സൂചനകൾ കൊടുക്കുക. അതാണ് ഇൻഡയറക്റ്റ് അപ്രോച്ച്. കുറച്ച് സൂചനകളൊക്കെ കൊടുത്ത് കുറച്ച് നേരം എടുത്തിട്ട് അച്ഛനോട് പറയാമെന്ന് ഞാൻ തീരുമാനിച്ചു. "I have come to ask you for advice, father," I will say, "for I am very heavily in debt." അച്ഛാ, ഞാനിവിടെ വന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഉപദേശം ചോദിക്കാനാണ്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ വളരെ വലിയൊരു കടബാധ്യതയിൽ പെട്ടിരിക്കുകയാണ്. ഹെവിലി ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ കടബാധ്യത, വലിയ കടബാധ്യതയിൽ പെട്ടുപോയി. "I am afraid you will not get much help from me in this matter," father will reply. അപ്പോൾ അച്ഛൻ മറുപടി പറയും, നിനക്ക് എൻ്റെ അടുത്തുനിന്ന് ഈ വിഷയത്തിൽ വലിയ സഹായമൊന്നും ലഭിക്കില്ല. "One may well say of this place that it has everything except money." അപ്പോൾ പണം ഒഴികെ ബാക്കി എല്ലാ കാര്യവും ഇവിടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. But it is not money that I owe. Do you remember how you used to play the piano and sing bellman songs to us children? And how you would let us read Tegner and Runeberg and Anderson? പണത്തിനല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നത്. അച്ഛന് ഓർമ്മയുണ്ടോ? ബെൽമാൻ സോങ്സ്, അതായത് ബെൽമാൻ്റെ പാട്ടുകൾ പിയാനോ വായിച്ച് ഞങ്ങൾക്ക് പാടിത്തരുമായിരുന്നു അച്ഛൻ. അതുകൂടാതെ ടെഗ്നർ, പിന്നെ റൂൺബർഗ് ആൻഡ് ആൻഡർസൺ, ഇവരൊക്കെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വായിക്കാൻ തരുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അച്ഛന് ഓർമ്മയുണ്ടോ? "It was then that I first fell into debt." അന്നാണ് ഞാൻ ആദ്യം ഒരു കടക്കാരിയാവുന്നത്. "Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes?" Sagas of heroes, നായകന്മാരുടെ ഇതിഹാസങ്ങൾ. ഫെയറി ടെയിൽസ്,
യക്ഷിക്കഥകൾ. ഇതൊക്കെ ഇഷ്ടപ്പെടാൻ എന്നെ പഠിപ്പിച്ചതിന്റെ കടം ഞാൻ എങ്ങനെ വീട്ടും? Father will straighten up in his rocking chair and a look of wonder will come into his eyes. I am glad that I got you into this depth, he will say. ഒരു അത്ഭുതത്തിന്റെ നോട്ടം കണ്ണിൽ വെച്ചുകൊണ്ട് ആ ചാരുകസേല ഒന്ന് നിവർന്നിരിക്കും. എന്നിട്ട് അച്ഛൻ പറയും, നിന്നെ ഈ കടത്തിലാക്കിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. യെസ്, യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. അച്ഛാ, താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ അതൊന്നും മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. തിങ്ക് ഓഫ് ദോസ് പുവർ ഹോംലെസ് വെഗാബോൺസ് ഹു യൂസ് ടു ട്രാവൽ അപ്പ് ആൻഡ് ഡൗൺ, പ്ലേയിങ് ദ ഫൂൾ ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്. വിഡ്ഢികളെ പോലെ പാട്ടുകളൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, അതായത് വെഗാബോൺസ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വീടില്ലാത്ത പാവങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. അങ്ങനെ നടക്കുന്നവരെയാണ് നമ്മൾ നാടോടികൾ എന്ന് പറയാം. വാട്ട് ഡു ഐ നോട്ട് ഓ ടു ദെം ടു ദെയർ മിസ്ചിഫ് ആൻഡ് മാഡ് പ്രാങ്ക്സ്. ഇവിടെ എന്താ പറയുന്നത്? മിസ്ചിഫ്, അവരുടെ വികൃതികൾ. പിന്നെ പറയുന്നത് മാഡ് പ്രാങ്ക്സ്, ഭ്രാന്തൻ തമാശകൾ. അപ്പോൾ ഇത് രണ്ടിനോടും ഞാൻ എങ്ങനെ കടപ്പെടാതിരിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. ആൻഡ് ദ ഓൾഡ് മെൻ ആൻഡ് വുമൻ സിറ്റിംഗ് ഇൻ ദ സ്മോൾ ഗ്രേ കോട്ടേജസ് telling me wonderful stories of water sprites and trolls and enchanted maidens. ഇവിടെ കുറച്ച് വാക്കുകളുടെ അർത്ഥം നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സ്മോൾ ഗ്രേ കോട്ടേജസ്. ഇവിടെ ഗ്രേ എന്ന് പറഞ്ഞാൽ നിറമല്ല, പഴകിയ എന്നർത്ഥം, അല്ലെങ്കിൽ പഴയ, അപ്പം ചെറിയ പഴയ കുടിലുകൾ. പിന്നെ വണ്ടർഫുൾ സ്റ്റോറീസ്, അത്ഭുതകരമായ കഥകൾ. വാട്ടർ സ്പ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജലദേവതമാർ. പിന്നെ പറയുന്നു ട്രോൾസ് എന്ന് പറഞ്ഞാൽ യക്ഷിക്കഥകൾ. പിന്നെ എൻചാൻറ്റഡ് മെയ്ഡൻസ്, മോഹിപ്പിക്കുന്ന കന്യകമാർ. പ്രായമായ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ചെറിയ പഴയ കുടിലുകളിൽ ഇരുന്നിട്ട് വാട്ടർ സ്പ്രൈറ്റ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജലദേവതമാര്, യക്ഷിക്കഥകള്, മോഹിപ്പിക്കുന്ന കന്യകമാരെ, ഇവരെല്ലാം കുറിച്ചിട്ടുള്ള അത്ഭുതകരമായ കഥകൾ എന്നോട് പറയുകയാണ്. It was they who taught me that there is poetry in hard rocks and black forests. ഇരുണ്ട വനാന്തരങ്ങൾ, അതായത് ബ്ലാക്ക് ഫോറസ്റ്റ്, ഹാർഡ് റോക്സ്, കട്ടിയായ പാറകളിൽ കവിത ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് അവരാണ്. ആൻഡ് ഐ ആം ഇൻ ഡെപ്ത് നോട്ട് ഓൺലി ടു പീപ്പിൾ, ദർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. അപ്പോൾ ഇവിടെ പറയുന്നു, ഞാൻ മനുഷ്യന്മാരോട് മാത്രമല്ല പ്രകൃതിയോട് മുഴുവനും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ ആനിമൽസ് ദാറ്റ് വാക്ക് ഓൺ എർത്ത്, ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രറ്റ്സ്. സീക്രറ്റ്സ് എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഭൂമിയിൽ നടക്കുന്ന എല്ലാ മൃഗങ്ങളും, ആകാശത്തിലെ പക്ഷികളെല്ലാം, മരങ്ങൾ, പുഷ്പങ്ങൾ, ഇവരൊക്കെ എന്നോട് അവരുടെ സീക്രറ്റ്സ്, രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാദർ വിൽ ബി ആസ് കെയർ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആസ് ഹി യൂസ് ടു ബി. അപ്പോൾ അച്ഛൻ സാധാരണ പോലെ വളരെ കെയർ ഫ്രീ എന്നാൽ മനസ്സിലൊന്നും കൊടുക്കാതെ, കാര്യമായിട്ട് എടുക്കില്ല, അങ്ങനെയുള്ള ഒരാളായിരിക്കും. മാത്രമല്ല റിലാക്സ്ഡ്, വളരെ സമാധാനപൂർവ്വം, വളരെ ശാന്തതയോടുള്ളൊരു ആളായിരിക്കും. നെവർ ഫിയർ ചൈൽഡ്, ദർ ഈസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ. നീ ഒട്ടും ഭയപ്പെടേണ്ട കുഞ്ഞെ, നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധി ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഫാദർ ദാറ്റ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ മീ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം പ്രയാസമാണ്, അല്ലെ എത്രമാത്രം പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം ഓൾസോ ഇൻ ഡെപ്റ്റ് ടു മൈ റീഡേഴ്സ്. ഞാൻ എൻ്റെ വായനക്കാരോടും കടപ്പെട്ടിരിക്കുന്നു. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. എൻ്റെ പുസ്തകങ്ങൾക്ക് വായനക്കാരില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. പിന്നെ എന്നെക്കുറിച്ച് എഴുതിയ ആരെയും മറക്കാൻ പാടില്ല. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാവരെയും ഓർക്കണം. ഐ ഓവ് ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ, ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷർ. ഇവിടെ എന്താ പറയുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, പ്രൈസ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക, സെൻഷർ എന്ന് പറഞ്ഞാൽ വിമർശിക്കുക. അപ്പോൾ അവരുടെയൊക്കെ അഭിനന്ദനത്തിനും വിമർശനത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. യെസ് ഫാദർ വിൽ സേ ആൻഡ് ഐ ഷാൽ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം. അച്ഛൻ അതെ എന്ന് പറയും, പക്ഷേ അച്ഛൻ കുറച്ച് അശാന്തനായിട്ട് എനിക്ക് കാണാൻ പറ്റും. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ് മീ ഫാദർ, ഐ ഷാൽ സേ. ഞാൻ അച്ഛനോട് പറയും, അച്ഛാ എന്നെ സഹായിച്ച എല്ലാവരെയും ഒന്ന് ഓർത്തു നോക്കൂ. തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസെൽഡ who tried to open doors for me when no one dared to believe in me. ഇവിടെ tried to open doors, okay, who tried to open doors എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ വാതിലുകൾ തുറക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം.
നമുക്കൊരു പ്രയാസ സന്ദർഭം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു വ്യക്തി വരികയാണ്. അദ്ദേഹം നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരികയാണ് നമ്മളെ പ്രയാസവേളയിൽ നിന്ന് മുന്നേറുവാൻ അല്ലെങ്കിൽ കയറാനായിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, ട്രൈ ടു ഓപ്പൺ ഡോർസ്. അപ്പോൾ ഇവള് അച്ഛനോട് പറയാണ്, എന്നെ ആരും വിശ്വസിക്കാതെ ഇരുന്ന ആ ഒരു സമയത്ത് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന എൻ്റെ വിശ്വസ്ത സുഹൃത്ത് എസൽഡേനെ ഒന്ന് ഓർക്കൂ. ഓൾ ദ ലവ് ദാറ്റ് ഹാസ് കം ടു മീ, ദ ഓണേഴ്സ്, ദ ഡിസ്റ്റിങ്ഷൻസ്. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ that I had to come to you to ask how such debts can be paid. എനിക്ക് ലഭിച്ച സ്നേഹം, ലവ്, പിന്നെ ദ ഓണേഴ്സ്, ബഹുമാനങ്ങൾ, ബഹുമതികൾ, പിന്നെ ദ ഡിസ്റ്റിങ്ഷൻസ്, ഉയർന്ന റാങ്കുകൾ, ഇതൊക്കെ എനിക്ക് ലഭിച്ചു. അപ്പം ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ് and does not look so hopefully anymore. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ പോലെ അച്ഛൻ തലകുനിച്ചു. I agree, daughter, it is not going to be easy to find help for you, but surely there is nothing more you owe anyone. ഞാൻ സമ്മതിക്കുന്നു മകളെ, നിനക്ക് വേണ്ടി സഹായം കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ നീ ഇതിൽ കൂടുതലൊന്നും ആർക്കും കടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ടോ? Yes, father, I have found it difficult enough to bear all that I owed before. അതെ അച്ഛാ, എൻ്റെ ഇതിനു മുന്നേയുള്ള കടപ്പാടുകളൊക്കെ താങ്ങാവുന്നതിലധികം ബുദ്ധിമുട്ടേറിയതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ബട്ട് മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് ഇനിയും വന്നിട്ടില്ല. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഉപദേശത്തിന് വന്നത്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓവ് സ്റ്റിൽ മോർ, ഫാദർ വിൽ സേ. അച്ഛൻ ഇങ്ങനെ പറയും, നിനക്ക് ഇതിലും കൂടുതൽ എങ്ങനെ കടപ്പെട്ടിരിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ യെസ്, ഐ വിൽ റിപ്ലൈ, ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. അതെ എന്ന് ഞാൻ ആദ്യം ഉത്തരം പറയും. അതിനുശേഷം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് എല്ലാം പറയും. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാഡമി, ഫാദർ വിൽ സേ, ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ് ഹി വിൽ നോ ഇറ്റ് ഈസ് ഓൾ ട്രൂ. ഈ അക്കാഡമിയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അച്ഛൻ പറയും. പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഇതൊക്കെ സത്യമാണ്. ആൻഡ് ദെൻ എവറി റിങ്കിൾ ഇൻ ഹിസ് ഫേസ് വിൽ ട്രെമ്പിൾ ആൻഡ് ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. റിങ്കിൾ എന്ന് പറഞ്ഞാൽ ചുളിവുകൾ, ട്രെമ്പിൾ എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞതിന് ശേഷം, ഇതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഓരോ ചുളിവുകളും വിറയ്ക്കാൻ തുടങ്ങും, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയും. Think, father, it is not only honor and money they are bestowing on me. Bestowing എന്ന് പറഞ്ഞാൽ സമ്മാനിക്കുക. അപ്പോൾ ഇവർ അച്ഛനോട് പറയാണ്, അച്ഛാ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെനിക്ക് ബഹുമതിയും പണവും മാത്രമല്ല എനിക്ക് സമ്മാനിക്കുന്നത്. They have shown that they have trust enough in me to single me out before the whole world. ഇവിടെ single me out എന്ന് പറയുന്നത് അർത്ഥം ഉയർത്തി കാണിക്കുക. ഓക്കെ, സിംഗിൾ മീ, അത് എന്നെ ഉയർത്തി കാണിക്കുക. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ എന്നെ മാത്രം ഉയർത്തി കാണിക്കാനായിട്ട് എൻ്റെ മേലുള്ള വിശ്വാസത്തെയാണ് അവർ പ്രകടമാക്കിയത്. ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെപ്റ്റ്? എങ്ങനെ ഞാൻ ഈ കടം വീട്ടും? ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. ഇവിടെ പറയുന്നു, അച്ഛൻ ആലോചിച്ചുകൊണ്ട് ഒരു വാക്കുപോലും പറയാതെ ഇരിക്കും. ദെൻ ഡ്രൈയിങ് ടീയേഴ്സ് ഓഫ് ജോയ് ഫ്രം ഹിസ് ഐസ് he will bang down his fist on the arm of the rocking chair എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സന്തോഷത്തിൻ്റെ കണ്ണുനീര്, ആനന്ദത്തിൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ആ കൈ മുഷ്ടി ചുരുട്ടിയിട്ട് ആ കസേരൻ്റെ കയ്യിലൊന്ന് ഇടിക്കും. എന്നിട്ട് പറയും, I will not rack my brains about problems that no one in heaven or on earth can solve. ഇവിടെ rack my brains എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ? തല പുകയിക്കുക, അല്ലെങ്കിൽ തല വെറുതെ കാര്യങ്ങൾ ആലോചിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല വെറുതെ പുണ്ണാക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. എന്താ പറയുന്നറിയോ? സ്വർഗത്തിലോ ഭൂമിയിലോ ആകട്ടെ സോൾവ് ചെയ്യാൻ പറ്റാത്ത, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം വെറുതെ ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ തല പുണ്ണാക്കുന്നില്ല. ഐ ആം ടു ഹാപ്പി ദാറ്റ് യു ഹാവ് ബീൻ ഗിവൺ ദ നോബൽ പ്രൈസ് ടു വെറി അബൌട്ട് എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്കൊരു നോബൽ സമ്മാനം തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. യുവർ മെജസ്റ്റീസ് എന്ന് പറഞ്ഞാൽ മാന്യ മഹാരാജാക്കന്മാരെ, യുവർ റോയൽ ഹൈനസസ് എന്ന് പറഞ്ഞാൽ മാന്യ രാജകുടുംബത്തിലുള്ളവരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞാൽ സദസ്സിലിരിക്കുന്ന മാന്യ സ്ത്രീ പുരുഷന്മാരെ, ഇവരോടൊക്കെ ആയിട്ട് എന്താ പറയുന്നത്? ഹാവിങ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു ഓൾ മൈ ക്വസ്റ്റ്യൻസ്. അതായത് എൻ്റെ ചോദ്യത്തിന് ഇതിലും നല്ലൊരു ഉത്തരം എനിക്ക് ലഭിക്കാത്തത് കൊണ്ട് ഇറ്റ് ഓൺലി റിമെയിൻസ് ടു മീ
to ask you to join me in the toast which I have the honor to propose to the Swedish Academy. അപ്പം ഇവിടെ പറയുന്നു, സ്വീഡിഷ് അക്കാഡമി എനിക്ക് ഈ നോബൽ പ്രൈസ് തന്ന് എന്നെ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം at 2310.